നമസ്കാരം. മൂന്നാറിൽ രണ്ടാം ഘട്ട സമരം പെമ്പിളൈ ഒരുമൈ ആരംഭിച്ചു. പെമ്പിളൈ ഒരുമയെ പൊളിക്കാൻ ട്രേഡ് യൂണിയനുകൾ സംയുക്തമായി 2 ദിവസം നേരത്തെ അവരുടെ സമരം ആരംഭിച്ചിരുന്നതാണ്. യൂണിയൻ ട്രേഡുകാരുടെ മുതലാളിത്ത ചങ്ങാത്തം മുഴുക്കെ തുറന്നുകാട്ടിയ സ്ത്രീ മുന്നേറ്റത്തെ പൊളിക്കാൻ ഈ കാലത്തിനിടയ്ക്ക് പലവിധ ശ്രമങ്ങൾ മറ്റും ഉണ്ടായത്രേ. അതുകൊണ്ട് തന്നെ രണ്ടാം ഘട്ട സമരത്തിന് ആളുകൾ പഴയതുപോലെ എത്തിയതുമില്ല. എന്നിട്ടും അവർ രാപ്പകൽ സമരം ആരംഭിച്ചു. പുതിയ സാഹചര്യത്തിൽ മുതലാളിമാരെ കൂടാതെ യൂണിയനുകളെ കൂടി നേരിടേണ്ട അസാധാരണ സാഹചര്യം. ഡെമോക്രസി തുടങ്ങുകയാണ്. എല്ലാവർക്കും സ്വാഗതം. മൂന്നാറിൽ സമരത്തിന് വീണ്ടും ചൂടുകൂടുകയാണ്. ഇത്രയും കാലം ആരും തിരിഞ്ഞു നോക്കാനില്ലാതിരുന്ന തൊഴിലാളികൾക്ക് വേണ്ടി സകല രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും കൈമേയ് മറന്ന് ഒരുമിച്ചത് സ്ത്രീ തൊഴിലാളികളുടെ കൂട്ടായ്മയായ പെമ്പിളൈ ഒരുമയുടെ മുന്നേറ്റത്തെ തുടർന്നാണ്. എന്നാൽ AITUC, INTUC, CITU തുടങ്ങിയ സകല തൊഴിലാളി സംഘടനകൾക്കും ഇത് മാനക്കേടായി. പെമ്പിളൈ ഒരുമയെ പൊളിക്കാനും പോയ മാനം തിരിച്ചുപിടിക്കാനും അവർ സംയുക്തമായി സമരം പ്രഖ്യാപിക്കുകയും രംഗത്തിറങ്ങുകയും ചെയ്തു. ഒടുവിൽ സർക്കാരിൻ്റെ വാഗ്ദാനം പാലിക്കപ്പെടില്ലെന്നായപ്പോൾ പെമ്പിളൈ ഒരുമയും ഇന്നു മുതൽ സമരത്തിനിറങ്ങി. സംയുക്ത നേതാക്കൾക്ക് എങ്ങനെ സഹിക്കും? അടികലശൽ വരെ എത്തി കാര്യങ്ങൾ. അപ്പോൾ കഥയിലേക്ക് വരാം. നേരം വെളുത്തപ്പോൾ മുതൽ സംയുക്ത യൂണിയനുകളുടെ സമരം ഗംഭീരമായി മുന്നേറുകയായിരുന്നു. മുദ്രാവാക്യമൊക്കെ കേട്ടാൽ ഞെട്ടിപ്പോകും. എല്ലാം പെമ്പിളൈ ഒരുമയെ തോൽപ്പിക്കാനായിരുന്നു അത്രേ. ഒടുവിൽ അവരും രണ്ടാം ഘട്ട സമരത്തിനിറങ്ങി. മൂന്നാറിൽ വീണ്ടും മുഴങ്ങിയ ഈ മുദ്രാവാക്യങ്ങളൊക്കെ കേട്ട് സംയുക്ത യൂണിയൻ ട്രേഡുകാർ ആകെ അന്താളിച്ചു പോയത്രേ. എങ്ങനെ ഇവരെ കൂടി നമ്മുടെ കൂടെ കൂട്ടാമെന്നായി പിന്നത്തെ ചിന്ത. പെമ്പിളൈ ഒരുമയെ വീഴ്ത്താൻ ആരെക്കാളും മുൻപരിചയമുള്ള S. രാജേന്ദ്രൻ MLA അങ്ങനെ ഒരുക്കി കെട്ടി അങ്ങോട്ടേക്ക് അയച്ചു. പെമ്പിളൈ ഒരുമയെ കൈകാര്യം ചെയ്ത് വിട്ടയക്കുകയും ചെയ്തു. ആ കഥ ആരംഭിച്ചത് ഇങ്ങനെ. മഹാദേവ, നമുക്ക് ഈ തള്ളയെ കറക്കിയെടുത്താലോ? നീ കറക്കിയെടുത്തു. പറയുന്നത് മുഴുവൻ അങ്ങോട്ട് കേക്കടാ. മുത്തശ്ശി നമ്മുടെ ആളായി കഴിഞ്ഞാ പിന്നെ നമുക്ക് അവിടെ നിന്ന് എന്തും സാധിക്കാം. ഏത് തള്ളമാരെയും വീഴ്ത്താൻ പറ്റിയ ഒരു നമ്പർ എന്റെ കയ്യിലുണ്ട്. എന്താന്ന് വെച്ചാ പറയടാ. മുത്തശ്ശി എന്ന് വിളിച്ച് നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നു. മുത്തശ്ശിക്ക് നമ്മുടെ ചത്തുപോയ മുത്തശ്ശിയുടെ അതേ ചായയാണെന്ന് അങ്ങോട്ട് കാച്ചുന്നു. അതിനവര് ചായയും കാച്ചിക്കൊണ്ട് വന്നല്ലേ പറ്റൂ. ചായയാ? ചളവാക്കാതെ പോളേ. നീ പറ. എടാ, നിങ്ങൾ ഉദ്ദേശിക്കണ പോലെ വിഷമമുള്ള കാര്യമല്ലത്. ഒന്നുമില്ല, അവർ ഞങ്ങളുടെ സഹോദരികളും അമ്മമാരും ഒക്കെ അല്ലേ. എല്ലാവരും ഒരേ ആഹ്വാനം അനുസരിച്ചാണല്ലോ സമരം. പോകുമ്പോ നമ്മൾ എല്ലാവരും കൂടെ ഒന്നിച്ചു പോകണം. എന്നാ പിന്നെ നീ പോകും. അതാണ് ഞാൻ പറഞ്ഞത്, ഒന്നിച്ചു പോയ കാര്യം എളുപ്പം നടക്കും. ഇത് ഒറ്റക്ക് എല്ലാവരും കൂലിക്ക് വേണ്ടിയല്ലേ, തൊഴിലാളികളുടെ സമരമല്ലേ, അതിന് വേറെ വ്യത്യസ്ത അഭിപ്രായമില്ല. ആരേലും വരുന്നതിന് മുമ്പ് അവരെ അടി ചോദിക്ക് ചാക്കി കയറണം. നിനക്കതിനുള്ള കഴിവുണ്ട്, നീ പോയാ മതി. ചെല്ലടാ. நீங்க வாங்க. நம்ம இங்கிட்ட ஒரு பக்கம் சமரம் இருப்போம். அவங்க அப்படி இருக்கட்டும். பேட்டி இப்ப கொடுத்தாரா ராஜேந்திர MLA, அவங்க நம்ம கூட தான் வந்திருக்காங்கன்னு. கிடையாது, பெண்கள்லாம் இப்ப தயங்குறீங்க. நீங்க கண்டிப்பான முறைக்கு வாங்க. கோமதி சொல்றேன், வாங்க. എന്റെ അമ്മ തള്ളക്ക് ഭ്രാന്താടാ. നീ അവിടെ കിടന്നെങ്കിൽ എല്ലാവരും വിളിച്ചെന്തിന്?
ആളുകൾ വല്ല ഓടിക്കൂടിയിരുന്നെങ്കിൽ നമ്മുടെ അഭിമാനം ഉണ്ടാവുമായിരുന്നു. നിനക്ക് അഭിമാനമാണല്ലേ പ്രശ്നം? ആ തള്ളയുടെ വെട്ടങ്ങനെ എന്റെ നെഞ്ചത്ത് കൊണ്ടിരുന്നെങ്കിലാ. രാജേന്ദ്രൻ അങ്ങനെ വീണ്ടും രാജേന്ദ്രനായി. കണ്ണൻദേവൻ കമ്പനിയിൽ നിന്ന് സമ്പത്തടക്കമുള്ള ഓശാരങ്ങൾ പറ്റി വൻ ട്രേഡുകാരായ തൊഴിലാളി നേതാക്കളോട് മൂന്നാറിലെ സ്ത്രീകൾക്ക് കലിപ്പ് തുടങ്ങിയിട്ടും കാലം കുറച്ചായല്ലോ. അതിനെ മാറ്റിയെടുക്കാൻ ഇത്തരം വേലകൾ കൊണ്ടൊന്നും കഴിയില്ല എന്നാണ് പെമ്പിളയൊരുമൈ പറയുന്നത്. എന്തായാലും തിരിച്ചടി നേരിട്ടിട്ടും തിരിച്ചു പോകാതെ ചുറ്റിക്കളിക്കുന്ന രാജേന്ദ്രനെ ഓടിക്കാൻ വിവാദ പോലീസുകാരി തന്നെ എത്തി. നിവിൻ പോളിക്കൊപ്പം ഫോട്ടോ എടുത്തും ജൂനിയർ പോലീസുകാരെ കൊണ്ട് കുട പിടിപ്പിച്ചും ശ്രദ്ധേയയായ മെറിൻ ജോസഫ് എന്ന IPS ഉദ്യോഗസ്ഥ രണ്ടും കൽപ്പിച്ച് രംഗത്തെത്തി. മൂന്നാറിലെ സമരത്തിന് പോലീസുകാരുടെ സ്നേഹമുണ്ടെന്ന് അല്ലെങ്കിലേ പരാതിയുണ്ട്. അതൊന്നുകൂടി വർദ്ധിച്ചു, അത്ര തന്നെ. വെട്ടും കുത്തുമൊന്നും ഈ വെട്ടിക്കറ ഡയമന് പുത്തരിയല്ല. എന്തോടാ അല്ലേ? മാറിയിക്കാൻ വീട്ടിൽ ഞാൻ ആരാണെന്നറിയാമോ? ആരാണെന്നറിയാമോന്ന് എനിക്കറിയാൻ പാടില്ല. ഇടിയൻ സരസമ്മ. ഇടിയൻ സരസം എവിടെ ഉള്ളപ്പോ നിന്നോറിയേറ്റല്ലേ ഇവിടെ ഉള്ളതായിട്ട് എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. നിന്നെ ഞാൻ വെച്ചിട്ടില്ല. എടാ നിന്നെയൊക്കെ ഞാൻ ഇവിടെ എന്താ സദ്യ വിളമ്പിട്ടുണ്ടോ? ഇനി ഇലയും കൂടെ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞല്ലേ ഓരോരുത്തരുടെ ഇരിപ്പ്. ഞാൻ പറഞ്ഞിട്ടോ ലാഭം മുഴുവൻ കൊള്ളയടിക്കുന്നത് ആരാണ്? ആ പെണ്ണുങ്ങളുടെ മുദ്രാവാക്യം കേട്ടാൽ അറിയാം. കൊളുന്തു തുള്ളുന്നത് ഞങ്ങൾ, കൊള്ളയടിക്കുന്നത് നിങ്ങൾ. ആ മുദ്രാവാക്യം ഞാൻ 12 മണിക്കൂർ മൂന്നാറിൽ അവരുടെ കൂടെ ഇരുന്ന് കേട്ടതാണ്. അതിനുശേഷം അവർ ഓരോ മാല എനിക്ക് അണിയിച്ചിട്ട് അവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം എന്നെ പറഞ്ഞു മനസ്സിലാക്കുകയായിരുന്നു. ഒരു 1/2 മണിക്കൂറെങ്കിലും. അങ്ങനെ 7 സെറ്റാണ് എന്നോട് അവരുടെ വിഷമതകൾ പറഞ്ഞിട്ടുള്ളത്. എനിക്ക് അറിഞ്ഞൂടെ മക്കളെ നിന്നെ? വാ എന്റെ കൂടെ വാ. നിന്നെ പോലെ കുറെ പൂവാലന്മാർ ഇറങ്ങിയുള്ളൂ ചുണ്ടിലെ തേനും പാലും പഞ്ചാരി ആയിട്ട്. അയ്യോ അമ്മച്ചി. അമ്മച്ചോ? ആരോടമ്മച്ചി? ഏറോടമ്മച്ചി? ഞാനീ നല്ല കുടുംബത്തിലെയാ. മനസ്സിലായി. നല്ല കുടുംബത്തിലെ നായം പറക്കും. അതിന് തെളിവാണ് നീ. உங்களுக்காக வேண்டி அடி கொடுத்திருக்கிறார்கள், செருப்பேறி வாங்கியிருக்கிறோம், கத்தி கொண்டு வெட்டிருக்கிறீர்கள், சூரி கொண்டு குத்தி இருக்கிறீர்கள். இதெல்லாம் போய் எங்களை ஜெயிலில கிடைத்திருக்கின்றீர்கள். நானும் ஜெயிலுக்கு போனாலும் போதமேட்டில் தொழிலாளர்களுக்கு ஏலத்தோட்டத்தில் வேலை செய்யக்கூடிய தொழிலாளர்களின் உரிமைகளை கேட்பதற்காக செல்லும் பொழுது எங்களை அடித்து வரட்டப்பட்டு எங்கள் மீது கொலை குற்றத்தில் கேஸ் எடுத்து நானும் சிறுமான் முனியாடி ஸ்ரீ குமார் அவரை போன்றவர்கள் எல்லாம் தேவையுள்ள ஜெயிலில் கண்டோம். ஆனா அதை காட்டிலும் பெரிய தியாகங்கள் திருமான் CA കുര്യൻ അവர்கள். നിന്നേക്കാൾ വലിയ റൗഡികളെ ഞാൻ ഒതുക്കിയിട്ടുണ്ട്. പൈൽവാൻ ഗോനപ്പിള്ള എനിക്കറിയാമോ? അറിയും. എങ്ങനെ അറിയാം? അത് ഞാൻ അറിയാം. അതാണ് S രാജേന്ദ്രൻ. അതാണ് സംയുക്ത യൂണിയൻ ട്രേഡ്. എന്നിട്ടും അവർ പരാജയപ്പെട്ടില്ല. പെമ്പിളയൊരുമയെ ശരിപ്പെടുത്താൻ ചിലർ കല്ലും കോലുകളുമായി ഇറങ്ങിത്തിരിച്ചു. അങ്ങനെ 2 കല്ലെടുത്തെറിഞ്ഞ് എല്ലാം അവസാനിപ്പിക്കാൻ തീരുമാനവുമായി. ₹10 கதையை கேளுங்கோ, தொழிலாளர்கள் சொல்லப்படும் கதையை கேளுங்கோ. ஐயா கேளுங்கோ, அம்மா கேளுங்கோ, அண்ணன் கேளுங்கோ, அக்கா கேளுங்கோ. கேளுங்க 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 கேளு. தச்சம் கெளிச்சோம் சரிகே ஏம்பட்டு ஓம்பட்டு எழுதியதுவோ. சக தொழிலாளர்கள் எல்லாம் ஃபேக்டரி கேட்டில் இருந்து சம்பளத்தை உசத்தி கேட்டு ஆர்ப்பாட்டம் செய்து கொண்டிருக்கையிலே அவர்களுக்கெல்லாம் கடுக்கா கொடுத்து விட்டு விட்டுக்கா போகிறான். எங்க போறான்? போகும்போதே எங்க போறான்னு கேட்டா உருப்பிடுமா? கரைகள் தூங்க விரும்பினாலும் அலைகள் விடுவதில்லை, விடுவதில்லை. மரங்கள் ஓய்வை விரும்பினாலும் காற்று விடுவதில்லை, விடுவதில்லை. ஓடி ஓடி ஒளிந்த போதும் வாழ்க்கை விடுவதில்லை, 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 விடுவதில்லை. ஒரு பாட்டு பாடிடுவோம், ஒரு பாட்டு
എന്തായാലും കണ്ണൻ ദേവൻ അടക്കമുള്ള പ്ലാന്റേഷൻ കമ്പനിക്കാർക്ക് ആദ്യ ഉദ്യമം വിജയകരമായി. തൊഴിലാളികളുടെ ഐക്യം പൊളിക്കുക എന്ന ലക്ഷ്യം. ഇനി സംയുക്ത യൂണിയൻ ട്രേഡുകാരെ അനുനയിപ്പിച്ചാൽ മതിയല്ലോ. അതാണെങ്കിൽ എളുപ്പവുമാണ്. പണ്ടുകൊടുത്ത വീടിൻ്റെയും മറ്റ് ഓശാരങ്ങളുടെയും കണക്കുകൾ നിരത്തിക്കൊടുത്താൽ നേതാക്കൾ സമരക്കാരെ പിന്മാറ്റിക്കൊള്ളുമത്രേ. മൂന്നാറിൽ ഈ സംഘർഷം കനക്കുന്നതിനിടെ VS അച്യുതാനന്ദൻ എന്തു ചെയ്യുമെന്നാണ് പലരും ഉറ്റുനോക്കുന്നത്. VS ആണെങ്കിൽ അതൊന്നും കണ്ട മട്ടയെ നടിക്കുന്നില്ല. ഇപ്പോൾ വെള്ളാപ്പള്ളിയെ ശരിപ്പെടുത്താൻ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. നരേന്ദ്രമോദിയെ കാണാൻ പോകുന്നതിന് മുമ്പായി VSനിട്ട് 2 കൊട്ടും കൊടുത്തിട്ടാണ് വെള്ളാപ്പള്ളി ദില്ലിയിലേക്ക് വിമാനം കയറിയത്. VSന് പട്ടിക്കിട്ട് കൊടുക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് നടേശഗുരു താത്വികമായി വിശദീകരിച്ചു അത്രേ. VS വിടുമോ? വെള്ളാപ്പള്ളിയെ മടയിൽ പോയി നേരിടുക എന്ന തന്ത്രം പുറത്തെടുത്തു. കണിച്ചുകുളങ്ങരയിൽ പോയി വെള്ളാപ്പള്ളിക്ക് പണി തിരിച്ചു കൊടുത്തു. നീ എന്താ വിചാരിച്ചേ? എന്നെ ഒരു ഒറ്റയ്ക്കാക്കി വീടിനെ പറ്റി എന്നെ കൊണ്ട് എല്ലാം അങ്ങോട്ട് ഏറ്റു പറയിപ്പിക്കാവുന്നു. എതിരാളികൾ മനസ്സിൽ കാണുന്നത് ഇവിടെ നിന്ന് അറിയാനുള്ള പ്രായം വശം ഉള്ളതുകൊണ്ടാ ഞാൻ ഇപ്പോഴും ഇവിടെ ഇങ്ങനെ വാഴുന്നത്. കഴിഞ്ഞ 4 വർഷം മാത്രം 302 നിയമനങ്ങൾ നടത്തിയിട്ടുണ്ട്. 25 ലക്ഷം മുതൽ 40 ലക്ഷം വരെയാണ് ഓരോ നിയമത്തിനും വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ കരയിൽ ഞാൻ ആദ്യമായിട്ട് കച്ചവടം ചെയ്ത് ഇവിടെയാ. ഒടുക്കത്തെ കച്ചവടം ഇവിടെ തന്നെ മതി. ശത്രുവിനെ സ്വന്തം കരയിൽ പോയി നേരിടുക, അതായിരുന്നു VSന്റെ തന്ത്രം. കണിച്ചുകുളങ്ങരയിൽ പോയി പ്രസംഗിക്കാൻ ഇറങ്ങിത്തിരിച്ചതും അങ്ങനെയാണ്. എന്തായാലും വെള്ളാപ്പള്ളി ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം. ആ പണമെല്ലാം എവിടെ എന്നതാണ് ചോദ്യം. എന്തുകൊണ്ട് വെള്ളാപ്പള്ളി BJPയോട് കൂട്ടുകൂടുന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കൂടി VSന്റെ വിശദീകരണത്തിൽ ഉണ്ടത്രേ. അധ്യാപക നിയമനത്തിനും മറ്റും വാങ്ങി സ്വരുക്കൂട്ടിയ 100 കോടിയോളം രൂപ വിദേശ ബാങ്കുകളിൽ വെള്ളാപ്പള്ളി നിക്ഷേപിച്ചുവെന്നും അത് കാട്ടി മോദി ഭീഷണിപ്പെടുത്തിയെന്നും അങ്ങനെ രക്ഷയില്ലാതായതോടെ സംഘികൾക്കൊപ്പം കൂടിയെന്നുമാണ് കഥ. പണക്കണക്ക് VS അക്കമിട്ട് നിരത്തുമ്പോൾ അച്ഛനും മകനും തിരിച്ചു പറയാനാണ് നടേശഗുരുവിന്റെ മനസ്സ് പറയുന്നത്. VS അച്യുതാനന്ദൻ ആരോപിച്ചിട്ടുള്ള 100 കോടി രൂപ ഞാൻ സ്വിസ് ബാങ്കിൽ ഇട്ടിരിക്കുന്നതാണ്. അതായത് കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ തന്നെ 100 കോടി രൂപയെങ്കിലും വാങ്ങിയിട്ടുണ്ട്. അദ്ദേഹം തെളിയിക്കാമെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുക. അദ്ദേഹത്തിന് കണക്ക് തന്നെ ചൊവ്വേന്നെ അറിയില്ല. ഇതിക്ക് മുമ്പ് എൻ്റെ വീട്ടിൻ്റെ വാതിക്കൽ അച്യുതാനന്ദൻ വന്ന് വേലുപ്പിള്ള പ്രഭാകരൻ്റെ കൂട്ടുകാരനാണ്. സിലോണിലേക്ക് ഇഷ്ടം പോലെ മണ്ണെണ്ണയും ഡീസലും കൊടുത്തുകൊണ്ട് തമിഴ് പുലികളെ സഹായിക്കുന്ന ഞാനാണ് എന്നൊക്കെ പറഞ്ഞ് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് ഇതിക്ക് മുമ്പ്. അതുകൊണ്ട് ഇതിനേക്കാൾ വലിയ പെരുന്നാൾ വന്നിട്ട് വാപ്പ വള്ളി പോയിട്ടില്ല. അതുകൊണ്ട് ഇതൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല. പ്രശ്നങ്ങൾ എന്തു വന്നാലും അത് നേരിടാനുള്ള ആത്മധൈര്യവും അതിനുള്ള ജനപിന്തുണയും എനിക്കുണ്ട്. അതുകൊണ്ട് ഇതൊന്നും പ്രശ്നമേ അല്ല. അച്യുതാനന്ദൻ എന്ത് ഗുണമെങ്കിലും അദ്ദേഹത്തിൻ്റെ ആനന്ദത്തിന് വേണ്ടി പറഞ്ഞോട്ടെ. നടേശൻ നേതൃത്വത്തിൽ വിരാജിക്കുന്ന ഈ കാലയളവിൽ ഈ കോളേജുകളിൽ 2200-ലധികം അധ്യാപക അനധ്യാപക നിയമനങ്ങൾ നടന്നിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കേരളം മുഴുവൻ നടന്ന് ഗുരുവിനെ നിന്ദിച്ചതിൻ്റെ പേരിൽ ഇന്ന് ഏത്തയിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും ആ ഏത്തയിടുന്നതിൻ്റെ ഭാഗമായിട്ട് കണിച്ചുകുളങ്ങരയും വന്ന് ഏത്തയിടുകയും നേതാവിനെ തളർത്തി അല്ലെങ്കിൽ പടനായകനെ തളർത്തി പടയെ ഛിന്നഭിന്നമാക്കാനുള്ള അടവ് നയം ഇത് അദ്ദേഹം പറഞ്ഞോട്ടെ. പോരെങ്കിൽ അദ്ദേഹം തന്നെ ഇപ്പോൾ പുറത്താണ് പാർട്ടിക്ക്.
ഇത് പറഞ്ഞാൽ പാർട്ടിക്ക് അകത്താകുമെങ്കിൽ അദ്ദേഹം അത് നേടട്ടെ, നന്നാകട്ടെ, പാർട്ടിക്ക് അത് ഗുണമുണ്ടാകുമെങ്കിൽ, അദ്ദേഹത്തിന് ഗുണമുണ്ടാകുമെങ്കിൽ ചെയ്യട്ടെ. ഇങ്ങനെ വാങ്ങിയ കോഴയ്ക്ക് കണക്കുണ്ടോ? അത് യോഗത്തിന്റെയും ട്രസ്റ്റിന്റെയും വരുമാനത്തിൽ ചേർത്തിട്ടുണ്ടോ? അതിന്റെ നികുതി നൽകിയിട്ടുണ്ടോ? ഇതൊന്നും ഇല്ലെങ്കിൽ എങ്ങനെ ഇങ്ങനെ കൈപ്പറ്റിയിട്ടുള്ള നൂറുകണക്കിന് കോടി രൂപ എന്തു ചെയ്തു എന്ന് നടേശൻ പരസ്യമായി പറയണം. എനിക്കും കഥയൊന്നും പറയാൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല. കോഴ അച്ഛൻ്റെയും മകൻ്റെയും കഥ ഒരുപാട് എനിക്കറിയാം. കോഴയായി അത് എൻ്റെ മാന്യത കൊണ്ട് ഞാൻ പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. കോഴ അത് ഇനിയും പറയത്തില്ല ഞാൻ. കോഴ കോഴ നീയൊക്കെ ഫുട്പാത്തിലിരുന്ന് കിലോക്ക് പത്തേ എന്ന് പറഞ്ഞ് ഷട്ടിക്കച്ചവടം നടത്തും. അപ്പൊ ഞങ്ങ ഒരു വരവ് വരും. തൽക്കാലം ഇങ്ങനെയൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാം എന്ന് മാത്രം. എന്തായാലും ഇനി മോദിയെ കണ്ട് തിരിച്ചു വരുമ്പോൾ കിട്ടുന്ന വാഗ്ദാനങ്ങളൊക്കെ വാങ്ങിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ അബദ്ധത്തിലാകും. അവരും ഈ 100 കോടിയുടെ കഥ ചിലപ്പോൾ അറിഞ്ഞതേ ഉള്ളൂവെങ്കിൽ അത് വച്ചൊരു ബ്ലാക്ക് മെയിലിങ്ങും നടന്നേക്കും. നടേശഗുരു സൂക്ഷിച്ചോളുക. ഇനിയൊരു ഇടവേള, അത് കഴിഞ്ഞ് ഉലകം ചുറ്റും വാലിബൻ. നരേന്ദ്രമോദി ഇപ്പൊ ഉലകം ചുറ്റും വാലിബനായി മാറിയിരിക്കുന്നു. Soffia delle Boliche!